ഉടൻ ഉറക്കം തൂങ്ങാറുണ്ടോ? ചോറ് ഇഷ്ടപ്പെടുന്നവരിൽ പ്രധാന സ്ഥാനക്കാരാണ് മലയാളികൾ. നമ്മുടെ തനതായ ഭക്ഷണശീലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചോറ്. രാത്രി അരിഭക്ഷണം ഒഴിവാക്കുന്നവരാണെങ്കിലും ഉച്ചയ്ക്ക് ഊണ് നിർബന്ധമുള്ളവർ പലരുമുണ്ട്. എന്നാൽ ചോറ് തടി കൂട്ടുന്നുവെന്ന ഭയത്തിന് പുറമെ ചോറുണ്ടാൽ ഉറക്കം വരുന്നുവെന്ന പരാതിയുള്ളവരും ധാരാളമാണ്. ചോറുണ്ടാൽ ഉറക്കം വരുന്നതിന് പുറകിൽ ശാസ്ത്രീയമായ ചില കാരണങ്ങളുണ്ടെന്ന് വിവിധ പഠനങ്ങളിൽ പറയുന്നു. അരിയിൽ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ നാം കഴിക്കുമ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസായി മാറുന്നു. ഗ്ലൂക്കോസ് ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുകയും ഇത് മെലാറ്റോണിൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തലച്ചോറിനെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം ഹോർമോണുകളാണ് ഉറക്കം തൂങ്ങാൻ ഇടയാക്കുന്നത്. ഇത് ചിലർക്ക് മാത്രം ഉണ്ടാകുന്നതല്ല, ചോറുണ്ടാൽ ആർക്കും അനുഭവപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തുക എന്ന പ്രോസസ്സ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. വയറ് നിറയെ ചോറുണ്ടാലാണ് ഇത്തരം തോന്നലുണ്ടാവുക. കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ് പ്രധാനം. കൂടുതൽ ചോറുണ്ണുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന മേൽപ്പറഞ്ഞ പ്രക്രിയകളുടെ ആക്കവും വർദ്ധിക്കുന്നു. ഇത് ക്ഷീണവും ഉറക്കം തൂങ്ങലുമെല്ലാം ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ചോറുണ്ണുമ്പോൾ അളവ് കുറയ്ക്കുക എന്നത് പ്രധാനമാണ്. 50% പച്ചക്കറികൾ, 25% പ്രോട്ടീൻ, 25% കാർബോഹൈഡ്രേറ്റ് എന്ന തോതിൽ ഭക്ഷണം കഴിക്കുക. ഊണിന് ശേഷമുള്ള ഉറക്കം തൂങ്ങൽ നിയന്ത്രിക്കാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ സഹായിക്കും. ചോറിൻ്റെ അളവ് കുറച്ച് ചപ്പാത്തി ഭക്ഷണത്തിന് ഉൾപ്പെടുത്താം. ചോറും ചപ്പാത്തിയും എന്ന രീതിയിലേക്ക് മാറാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിശപ്പ് കുറയുകയും ഉറക്കം തൂങ്ങൽ അവസാനിക്കുകയും ആരോഗ്യകരമായ റൊട്ടീനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ചോറ് വയറ് നിറയെ ഉണ്ടാലേ വിശപ്പ് മാറൂ എന്ന് പറയുന്നവർ ചോറ് നിയന്ത്രിച്ച് വയറ് നിറയാൻ ആരോഗ്യകരമായ വഴികൾ നോക്കുക. ധാരാളം പച്ചക്കറികളും സാലഡുകളും ഒരു നേരത്തെ ഭക്ഷണമായി മാറ്റാം. മട്ട അരിയോ ബ്രൗൺ റൈസോ ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ ഗുണം ചെയ്യും. ഈ മെത്തേഡ് ചോറിൻ്റെ അളവ് കുറയ്ക്കുമെന്ന് മാത്രമല്ല, ഭക്ഷണം കൂടുതൽ ആരോഗ്യകരമാക്കാനും സഹായിക്കും.